ബ്രിട്ടനും ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറായി രാജ്യങ്ങൾ. ഫ്രാൻസും മാൾട്ടയും പോർച്ചുഗീസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ആഴ്ച സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കും. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും പറഞ്ഞു. പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറി. ഫ്രാൻസ്, ബെൽജിയം, മാൾട്ട, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മാസം അവസാനം ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ അംഗീകരിക്കാനിരിക്കെയാണ് പ്രഖ്യാപനവുമായി ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും എത്തുന്നത്. 2 ദിവസം കഴിഞ്ഞ് ആരംഭിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലാകും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഖ്യാപനം. ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരമാണ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വെടിനിർത്തലിന് അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപുമായി ചേർന്ന് നടത്തിയ സംയുക്ത മാധ്യമ സമ്മേളനത്തിൽ സ്വതന്ത്ര പലസ്തീനിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. ഇതിനുശേഷമാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് സ്റ്റാർമറുടെ പ്രഖ്യാപനം വന്നത്. നിർണായക പ്രഖ്യാപനത്തോടെ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറി. ഐക്യരാഷ്ട്രസഭ അംഗങ്ങളായ 75% രാജ്യങ്ങളും നിലവിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.